ഈ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ആകുന്നത്. ആ മെയിൻറ്റെയിൻ ആകുമ്പോഴാണ് നമ്മളുടെ തന്നെ ഓഡിയൻസ് എന്ത് ചെയ്യുക, നമ്മളുടെ അടുത്ത് എന്നും നിലനിൽക്കുള്ളൂ. നിങ്ങൾ ഒന്നും കൊടുക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമർ വരില്ല. ഇതെന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങളൊരു ഓഫീസ് എന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ട്, ഓക്കെ, ഓഫീസാണെന്ന് വിചാരിക്കാം. ഈ ഓഫീസ് നിങ്ങൾ 2 ദിവസം തുറന്നു, 4 ദിവസം അടച്ചിട്ടു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് തുറന്നു, പിന്നെ 2 ദിവസം വീണ്ടും അടച്ചിട്ടു. എന്താ അവസ്ഥ? ഒരു കസ്റ്റമർ വന്ന് നോക്കുന്ന സമയത്ത് പറയാം, ആ ഷോപ്പ് കുറച്ച് ദിവസമായിട്ടോ അടവിലായിരുന്നു, വെറുതെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരരുത്, അത് ക്ലോസ് ആണെങ്കിൽ. ഇങ്ങനെ ഒരു മനോഭാവം കസ്റ്റമറിന് ഉണ്ടാക്കിയ എന്താ സ്ഥിതി? പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇത് അടച്ചിടേണ്ടി വരും. കാരണം കസ്റ്റമർ വരില്ല, ആ ട്രസ്റ്റ് പോയി. ഇതുപോലെ തന്നെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കസ്റ്റമറിന് വേണ്ട കണ്ടന്റുകൾ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 2 രീതിയിലുണ്ട്, 2 ഫാക്ടർ ഉണ്ട്. സോഷ്യൽ മീഡിയനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. പല ആളുകളും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ നല്ല ഭംഗി കൂട്ടി ഡിസൈനറുടെ ക്വാളിറ്റി ഡിസൈനൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കും. ഒരു കാര്യമില്ല, നല്ല സോഷ്യൽ മീഡിയ നല്ല ഭംഗി ഉണ്ടാവും, അതൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതൊന്നും കസ്റ്റമർ വരില്ല. കസ്റ്റമറുടെ ആവശ്യം കസ്റ്റമറുടെ പെയിൻ പോയിന്റും കസ്റ്റമറുടെ ഇഷ്യൂസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ വീഡിയോസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതിലൂടെ കസ്റ്റമർ സൊല്യൂഷൻ കിട്ടുന്ന ഉറപ്പ് വരുത്താം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ 2 തരത്തിലുണ്ട്. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക, ഓൺലി സോഷ്യൽ മീഡിയനെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഓക്കെ.